എല്ലാം വൈകിട്ട് പടക്കം ഇങ്ങനെ ബാസ്കറ്റ് ബോൾ ഇങ്ങനെ കളിക്കാറുണ്ട് കുട്ടികൾ. പല പിന്നെ പല നാഷണൽ അങ്ങനെ എത്തിനിക്കോ പല ആളുകൾ നമ്മുടെ പിന്നെ ദൈവം പിന്നെ ഉണ്ടാക്കിയതൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര വർഗങ്ങൾ, ഗോത്രങ്ങൾ എന്തോ പിന്നെ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. നാം മനുഷ്യരെ എന്താ പല നിറങ്ങളും അങ്ങനെ എന്തോ പറയുന്നുണ്ട്. എന്താ കറക്റ്റ് വേഴ്സ് എന്നറിയില്ല. ഞാൻ എന്തായാലും പോകുന്ന വഴിയിൽ ഇപ്പം ഞാൻ നോക്കി പറഞ്ഞുതരാം. ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നല്ലേ ഉള്ളൂ. ണ്ട് അവിടെ വാർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. ഹ്യൂമൻ റൈസിനെ കുറിച്ച് ഖുർആനിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. മാൻ ക്യാൻ മെയിൽ ഫ്രം ട്രൈബ്സ് കണ്ടോ. അതായത് ഞാൻ നിങ്ങൾ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. ദ മോസ്റ്റ് ട്രൈബ്സ്, അതായത് ഓരോരുത്തരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ട്രൈബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടോ, എല്ലാം അറിയുന്നവനാണ്. അത് നമുക്ക് ഇനി മലയാളത്തിലുള്ളൊന്ന് നമുക്ക് കറക്റ്റ് നോക്കാം. 49:13 പെട്ടെന്ന് അതെങ്ങനെയാണെന്നറിയാം അടിക്കൽ. 49 എന്ന് പറഞ്ഞാൽ ചാപ്റ്ററാണ്, 13 എന്ന് പറഞ്ഞാൽ വേഴ്സാണ്. ഇപ്പോൾ മലയാളം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. മലയാളം അപ്പോൾ എന്തിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്യാൻ കഴിയും. 49:13 നിങ്ങൾ അന്യോന്യം മനുഷ്യ തീർച്ചയായും ഞാൻ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിട്ട് നിങ്ങൾ അന്യോന്യം അറിയേണ്ട നിങ്ങളെ നാം സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കി ചെയ്തിരിക്കുന്നു. തീർച്ചയായും അല്ലാഹുവിൻ്റെ കണ്ടോ. വേഴ്സൊക്കെ നമ്മളിങ്ങനെ ഒരിക്കലും ഇങ്ങനെ കരഞ്ഞു വേണം. അതായത് നമ്മൾ റമളാൻ മാസത്തിൽ അവസാനത്തെ 10 ദിവസം എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള ദിവസങ്ങളാണ്. അതിൽ ഒറ്റയായ രാവുകളിലാണ് വരിക എന്നാണ് പറയൽ. എങ്കിലും ഏത് ദിവസമാണ് കറക്റ്റ് പിന്നെ അതിൽ പറഞ്ഞിട്ടില്ല. അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ പറയുക, ബ്ലാക്ക് വൈറ്റുള്ള ഡോഗിന് അവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ട്രെയിന് കിട്ടും. ഒലിച്ചു പോകണ ഇറക്കത്തിൽ. അല്ല ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആ 10 ദിവസങ്ങളിൽ ഒരു രാത്രി പിന്നെ 1000 രാവുകളേക്കാൾ കൂലി കിട്ടുന്ന ഇതാണ്. അപ്പം എല്ലാവരും അത് പ്രതീക്ഷിച്ചുകൊണ്ട് പിന്നെ നൈറ്റിൽ ഇരിക്കാറുണ്ട്. ചില ആൾക്കാർ 10 ദിവസവും പള്ളിയിൽ അവസാനത്തെ നോമ്പിൻ്റെ 10 ദിവസം ഇരിക്കാറുണ്ട്. പിന്നെ ചില ആൾക്കാർ അതിലെ ഏറ്റവും മുൻഗണന എന്ന് പറയാൻ പറ്റുമോയെന്ന് അറിയില്ല, 27-ാം രാവാണ്. എന്തായാലും അപ്പോൾ പറയാൻ വന്ന ടോപ്പിക്ക്, അപ്പോൾ ഞാൻ പള്ളിയിലിരിക്കുകയാണ്, ഇഴ്തികാഫ് എന്നാണ് പറയാം. അപ്പം ഞാൻ അങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഈ വേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഒരു 7-8 പേജ് കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് കരച്ചിൽ വരിക, എന്താണെന്നറിയില്ല. എന്നിട്ട് ഇങ്ങനെ പിന്നെ കരഞ്ഞു പോയി. ഏതായാലും അതാണ് ഖുർആൻ്റെ ഒരു വേഴ്സിൻ്റെ. നമുക്ക് അർത്ഥം അറിയാമെന്ന് ചോദിച്ചാൽ അർത്ഥം അറിയില്ല, ചില വേർഡിൻ്റെ അർത്ഥം അല്ലാതെ. ഇപ്പം ഖുർആൻ ഓതുന്നതിൻ്റെ ഫുള്ള് പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സൂറത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ അറിയാം. അതായത് നമുക്ക് ഈ അവസാനം വരുന്ന ചാപ്റ്റേഴ്സൊക്കെ ചെറിയ സൂറത്താണ്. അപ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ അറിയാം. ഇപ്പം നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ നമസ്കാരം സ്വീകരിക്കില്ല എന്ന് പറയുന്നത് എന്താണ്, ഫാത്തിഹ. അപ്പോൾ അതിൻ്റെ അർത്ഥം അറിയാം. പിന്നെ നമ്മൾ പിന്നെ സൃഷ്ടാവ് കുൽ ഹുവല്ലാഹു അഹദ്, അതായത്
അള്ളാഹു ഏകനാണ്, എന്താണ് ദൈവം എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ചെറിയ സൂറത്തുണ്ട്. പിന്നെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അതായത് അബൂ ലഹബിൻ്റെ അങ്ങനെയുള്ള കുറച്ച് ലാസ്റ്റ് വരുന്ന സൂറത്തിൻ്റെ. പിന്നെ അതേപോലെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ട്, എന്താ പറയുക, ഒക്കെ ചെറിയ സൂറത്താണ്. ആരോ വരുന്നുണ്ടോ? പിന്നെ ഈ നമ്മുടെ പർവ്വതങ്ങളൊക്കെ പാറ്റിയെ പോലെ ആവുമെന്ന് പറയാം. അതായത് ലോകാവസാനത്തെക്കുറിച്ച് വിവരിക്കുന്ന 8 വേഴ്സസൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള ചെറിയ കുറേ സൂറത്തിൻ്റെ അർത്ഥം അറിയാമെന്നല്ലാതെ നമ്മൾ ഈ ഫസ്റ്റ് വരുന്ന കുറേ സൂറത്തുണ്ട്, അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. അതൊക്കെ വലിയ വേഴ്സസാണ്. അറിയുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ നമ്മൾ ഈ സാധാരണ പറയാറില്ലേ, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമ്മൾ ബൈബിള് അത് നമ്മൾ പൂർണ്ണമായിട്ട് ലോകത്ത് നിന്ന് നശിപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു വേദഗ്രന്ഥമൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ ബൈബിളിലൊക്കെ ഒക്കെ പല തിരുത്തലുകളാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത മുതൽ പിന്നെ അങ്ങനെ വന്നിട്ടുള്ളത്. തെറ്റുകൾ വന്നിട്ടുണ്ട്. ഓൾഡ് ടെസ്റ്റിമെനോ ന്യൂ ടെസ്റ്റിമെനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പുതിയ നിയമം പഴയ നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് ബൈബിളിൽ വന്നില്ലേ. പക്ഷെ ഖുർആനിലാണെങ്കിൽ ഒരു തിരുത്തലുകളും ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പം ഖുർആനൊക്കെ എടുത്ത് നശിപ്പിക്കാമെന്ന് വിചാരിക്കുക, നശിപ്പിച്ച് കഴിഞ്ഞാലും അത് സൃഷ്ടിക്കാൻ എളുപ്പമാണ്. കാരണം അത്രത്തോളം ആൾക്കാരെ മനസ്സിലിത് ബൈഹാർട്ടാണ് ഖുർആനെ. അതിൽ ഒരു വള്ളിപുള്ളി തെറ്റാതെ തന്നെ അത് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതാണ് പറയൽ, ഖുർആനൊക്കെ നശിപ്പിച്ച് കളഞ്ഞാലും, ലോകത്തുള്ള മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞാലും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ എളുപ്പമാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്താറായി. ഒരു 20 മിനിറ്റ് കൂടെ നടന്നാൽ വീട്ടിലെത്തും. ഇതാണ് നമ്മൾ പറഞ്ഞ മേപ്പിൾ ട്രീ. ഇതാണ് കാനഡൻ്റെ പിന്നെ ഇതിലുള്ളത്, ഫ്ലാഗിലുള്ളത്. പിന്നെ ഇനിയിപ്പം സമ്മറല്ലേ, ഓട്ടം ആകുമ്പം കളറൊക്കെ എല്ലാത്തിൻ്റെയും മാറും, പിന്നെ ഇല പൊഴിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇതാ പോസ്റ്റ്, ഞാൻ നേരത്തെ കണ്ട ഒരു പോസ്റ്റിൻ്റെ അവസ്ഥ. ഇത് മരം, ഇതിലും ചില മരത്തിലൊക്കെ അങ്ങനെ ആണി വരും, ഇങ്ങനെ തറച്ചേക്കും, കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഒക്കെ പോസ്റ്റുകളാണ് അവിടുന്ന് ലൈന് വീട്ടിലേക്ക് കൊടുക്കുന്ന രീതിയിൽ. ഞാൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ റീസൈക്കിൾ ബിന്ന് അത് ആ ബ്ലൂ കളറാണ്, അത് അവിടെ എല്ലാം കാണുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ബ്ലൂ കാണുന്നത് ഇത് റീസൈക്കിളിലാണ്. അവിടെ കാണുന്ന ആ പച്ച കളറ് പിന്നെ പച്ചക്കറി വേസ്റ്റ്, അങ്ങനെയുള്ള വേസ്റ്റ്. പിന്നെ ആ ബ്ലാക്കാണ് അതർ വേസ്റ്റ് എന്ന് പറയുന്നത്. ആ ചെടിയുടെ കളറ് മാറിയുണ്ടോ? പിന്നെ അവിടെ ഒരു വീട് വിൽക്കാട്ടത്, ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. ബ്രോക്കറില്ലാതെ വീട് വിൽക്കാൻ കഴിയില്ല. റിയൽ എസ്റ്റേറ്റ് നല്ല സംസാരിക്കാനും ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയി കഴിഞ്ഞാൽ ചിക്കിളി കൊഴിയാം. കമ്മീഷൻ ബേസ് അല്ലേ. അതൊരു സൂര്യകാന്തി സൺഫ്ലവർ വിടർന്നിട്ടുണ്ട്. ഇവിടെ റോഡിലൂടെ ആണ് കേട്ടോ സൈക്കിൾ ഓടിക്കേണ്ടത്. ഇതിലൂടെ അല്ല ശരിക്കും ഓടിക്കേണ്ടത്, റോഡിലൂടെ തന്നെയാണ് സൈക്കിൾ ഓടിക്കേണ്ടത്. കണ്ടില്ല ഇവിടെ സൈക്കിളിൻ്റെ ഇത്. അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാർ വലത്തൂടെയും, പിന്നെ ഇവിടുന്ന് ഇതിലൂടെയാണ് എടുക്കേണ്ടതെന്നാണ് പറയുന്നവർ. നേരെ പോകാൻ പറ്റില്ല, റൂൾ അങ്ങനെയാണ്. പക്ഷെ എന്താ, അപ്പോൾ ആ റൂളിലൂടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതിൽ കണ്ടില്ലേ, താറ അവന്യൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ്. മറ്റെന്താ ഫിറ്റ്സ്ഗിബിറം അതന്നെ, അത് അങ്ങോട്ടേക്കുള്ള റോഡാണ്. അപ്പോൾ ഈ ഇൻ്റർസെക്ഷന് ഇതാണ് പറയൽ, കൂട്ടിമുട്ടുന്ന ഇടത്തിനെ. നേരെ കാണുന്ന ഒരു ക്രിസ്ത്യൻ സ്കൂളാണ്. ഇനി എന്ത് നടന്ന് പോവാന്നാണ് കരുതുന്നത്. നടക്കുമ്പോൾ സൈക്കിളിൽ എത്ര വർഷം നല്ല കുറേ ആയി നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെ തടിക്കോ മുഖത്തിനോ ഒരു കുറവുമില്ല. അപ്പം ഇനി
നടന്ന് ശീലിക്കുക. പക്ഷെ ഞാൻ എപ്പോഴും സൈക്കിൾ ഓടിക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല ശരീരത്തിന് എഫക്റ്റ് ചെയ്യാത്ത. പിന്നെ എപ്പോഴും നമ്മൾ ശരീരം എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് ഈ അടുത്തൊരു ഇവിടെ ഫാമിലി ഡോക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവർ ത്രൂവാണ് നമ്മൾ വേറെ എല്ലാ ഡോക്ടറിലേക്കും പോകേണ്ടത്, എത്തിപ്പെടേണ്ടത്. അങ്ങനെ നമ്മൾ ഫാമിലി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ നാട്ടിൽ പൊടി കയറിയ ഉടനെ തന്നെ ഞാനിങ്ങനെ തുമ്മാൻ തുടങ്ങും, അച്ചി 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ടത് ഇല്ല. പക്ഷെ ഇപ്പം ആയിട്ടിങ്ങനെ വന്നു തുടങ്ങിയെന്ന്. അപ്പം ഒരു വർഷം കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് നാട്ടിലായിരുന്ന സമയത്ത് അതില്ല. അപ്പം തന്നെ ഡോക്ടറും കൊണ്ട് പറഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാൽ ഇത് വീണ്ടും വന്ന് തുടങ്ങുമെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ ഇപ്പം ചില സമയങ്ങളിൽ അധികമായിട്ട് ഇല്ല, എന്നാലും ഇങ്ങനെ പിന്നെ തുമ്മലുകളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അധികമല്ല, കുറച്ച് കിട്ടും. അപ്പോൾ അതാണ് നമ്മളെ ബോഡി. അതായത് എന്ത് കാര്യങ്ങളും നമ്മൾ ബോഡീനോട് എന്ത് പറയുന്നോ അതനുസരിച്ച് നമ്മളെ ബോഡി ആക്ട് ചെയ്യുന്നതാണ്. അതെല്ലാ കാര്യത്തിലും. ഞാനെന്തായാലും ഇനിയിങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാനെന്തായാലും പിന്നെ ഇനി വരുംതോറും എങ്ങനെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ഞാനിങ്ങനെ പിന്നെ ശ്രദ്ധിക്കുന്നതാണ്. അതിൻ്റെ ഉള്ള ഓരോ എക്സ്പെരിമെൻ്റ് ആണ്. അതിന് ടൈം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ല, നായിനെ പരിശീലിപ്പിക്കുന്നു. അയാൾ കുറേ ഫോണില്ല, പാവം നായ. നോക്കിക്കണ്. അപ്പം നമ്മളെ ലാസ്റ്റ് ഗല്ലിയിലെത്തിയാണ്. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തുന്നതാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഇപ്പോൾ ഈ ഒരു വീടുണ്ടല്ലോ, ആ വീട് മുമ്പൊക്കെ ഇങ്ങനെയുള്ള വീടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള ടൈപ്പ് വീടുകളും അപ്രൂവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു നഗരഭംഗിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഈ ലെവലിലൊക്കെ നമുക്ക് വീടുകൾ ഒരേ രീതിയിൽ പോകുന്നു. പക്ഷെ ഇതെത്തുമ്പോൾ അത് മാറി. പിന്നെ ഇവിടെ വേറൊരു ഈ ഒരു ഇതല്ല, 2 ഗല്ലി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ഇതേപോലെ പുതിയ വീടുകളാണ്. അങ്ങനെ പുതിയ വീടുകൾ വരുമ്പോൾ ഒരു ഭംഗി പോക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? രസമുണ്ടോ? പിന്നെ ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയുള്ള കോസ്റ്റ്ലി, അതായത് എല്ലാം പെട്ടെന്ന് ആക്സസ് ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വന്നത് പിന്നെ സൈക്കിൾ ട്രാക്ക് പിന്നെ അങ്ങനെയുള്ള വഴികളിലൂടെ ആണ് വന്നത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇനി നാളെ ഇവർക്ക് എന്ത് ചെയ്യുക, ഒരു ഫ്ലാറ്റൊക്കെ വേണ്ടി കഴിഞ്ഞാൽ അങ്ങനെ അവർ അപ്രൂവൽ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നല്ല ക്യാഷ് ഉണ്ടാക്കാം. ഈ ഒരു പോസ്റ്റ് നോക്കിയ ഇതാ വേറൊരു പുതിയ വീട് ഇവിടെ. ഇത് പണിയാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി? കഴിഞ്ഞ ജാനുവരിയിലൊക്കെ പണിയാൻ തുടങ്ങിയതാണെന്നുണ്ട്. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ സ്റ്റൈൽ കണ്ടില്ലേ, ഒരു രസമല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ മൽബറി ചെടീൻ്റെ അടുത്തെത്താറാണ്. ഈ നമ്മൾ വരുന്ന വഴിയിൽ ഏറ്റവും വലിയ മൽബറി ഇതാണ്. ഇതൊരു ചൈനീസ് ആൾക്കാരെ ഇതാണ്. അവിടെ FJ 2 ഉണ്ട്. ഇതുകൊണ്ട് കണ്ടില്ല, ഇഷ്ടംപോലെ മൽബറി. അതിൽ കുറേ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. ഇനി വെറുതെ
ഇത് പറിച്ചിട്ട് നമ്മൾ കോമഡി ആയിട്ട് പറയില്ല, സൂ ചെയ്യണ്ട സൂ. അതായത് ഗിന്നസിൽ ഒരുത്തനുണ്ട്, എല്ലാം അടിച്ചു കൊടുത്താൽ മതി. ഏറ്റവും കൂടുതൽ ആൾക്കാരിങ്ങനെ സൂ ചെയ്തിട്ട് കുറേ എമൗണ്ട് ഉണ്ടാക്കിയ ഒരുത്തന്. അപ്പോൾ ഇവിടെ തൊട്ടനും പിടിച്ചതും ഇനിയിപ്പോൾ ഇവരെ ഈ ഇതിൻ്റെ മുന്നിൽ പഴുക്കി വീണാൽ വരെ പിന്നെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് വീട്ടുകാർ കൊടുക്കണം. അപ്പോൾ എല്ലാ വീട്ടിലും ഇൻഷുറൻസ് ഉണ്ടാവും. ചില ആൾക്കാർ പർപ്പസ്ഫുള്ളി വന്നിട്ട് ഇങ്ങനെ തന്നെ വീണെന്നൊക്കെ പറയണേക്കാം. നമ്മളെ നാട്ടിൽ കാണുന്നൊരു സ്റ്റാച്ചു പോലെ അല്ലേ. അപ്പോൾ നമ്മുടെ വീട് ഇതൊക്കെയാ കാർമേഘം ഇരുണ്ട് കൂടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, സൈക്ലോൺ, കൊടുങ്കാറ്റ്, കരീബിയനോ ജമൈക്കൻ തീരമൊക്കെ ഫുള്ള് പിന്നെ എന്താ ഇതാക്കിയിട്ട് ഈ ഭാഗത്തേക്ക് എത്തുന്നു. പക്ഷേ നമ്മളിങ്ങനെ സൈക്ലോണൊക്കെ ഇവിടേക്ക് എത്തുമ്പോഴേക്കും എന്താവും, അതിൻ്റെ ഒരു തീവ്രത കുറയില്ലേ, അങ്ങനെ കുറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര ചൂട്. അതായത് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു ഒടുക്കത്തെ വണ്ടി വന്ന് ആയി. അപ്പോൾ നമ്മൾ പോവാണ്. ഇവിടെ ഒരു മൽബറി ചെടി ഉണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞ് മൽബറിയൊക്കെ ഇങ്ങനെ വിട്ടു മാറുന്നുണ്ട്. ഇവിടെ മൽബറി ചെടി. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് എന്തെങ്കിലും ഉണ്ടാവുമോ, ആൾക്കാർ തിന്ന് നശിപ്പിക്കില്ലേ? കൊതി തോന്നുന്നുണ്ടോ? ഓക്കെ എങ്കിൽ ഗുഡ് നൈറ്റ്. ഇതാണ് കേട്ടോ പച്ച വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്. ഇതിന് ലോക്ക് ഉണ്ടാവും. ഇപ്പം ലോക്കായി നിൽക്കുന്നില്ലേ, ഇത് അതാണ് വേസ്റ്റ്. ഇത് പിന്നെ വേറൊരു കാര്യമുള്ള നമ്മളെ സൈക്കിൾ അതാ അവിടെ നിൽക്കുന്നത്. ഒരു 100 വർഷം അങ്ങനെ ഇത്ര പഴക്കമുള്ള ചെടിയാണ്, മരമാണ്. അതിൻ്റെ ബ്രാഞ്ചൊക്കെ അങ്ങനെ അവർ കട്ട് ചെയ്താണ്ടില്ലേ. ആ ബ്രാഞ്ച് ഒക്കെ കട്ട് ചെയ്യാൻ $3000 അങ്ങനെ എത്ര $6000 ഇട്ടായിരുന്നല്ലോ. ഇവിടെ നാട്ടിലെ പോലെ പിന്നെന്താ പറയുക, മരം മറിഞ്ഞു വീണാൽ വിൽക്കാറൊന്നും പറ്റില്ല. വരുന്ന ആൾക്കാർക്ക് പൈസയും കൊടുക്കണം, അവർ ആ മരങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വീണ്ടും ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെ പറയാം, സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾ ഓക്കെ ബെൽ ബട്ടണൊക്കെ അടിച്ച് പൊട്ടിച്ചോ, ഒരു ഇഷ്യൂ അല്ല കേട്ടോ.